ഈ നീക്കത്തിൽ പുതുമയില്ല. നേരത്തെയുള്ള ആലോചനകൾ തന്നെയാണ് ബി.ജെ.പിയുടെ ഇതുവരെയുള്ള ആലോചനകളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണാം. പക്ഷേ നിഗൂഢമായ ഒരുപാട് താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇത് 2014 ബി.ജെ.പി അധികാരത്തിൽ വന്ന സമയത്ത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്തവണത്തെ പ്രകടന പത്രികയിലും അതുണ്ടായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഇത് ഇപ്പോൾ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ബി.ജെ.പിയുടെ മാത്രം ആശയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. 99 നിയമ കമ്മീഷൻ സമർപ്പിച്ച 170 റിപ്പോർട്ടിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ശുപാർശയുണ്ടായിരുന്നു. 2015 നിയമ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇതേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2017 നീതി ആയോഗ് കൊടുത്തിട്ടുണ്ട്. 2018 നിയമ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യുന്നുണ്ട്. അത് പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ടുള്ള ചെലവ് ചുരുക്കൽ മാത്രമല്ല, പൊതുപണം ലാഭിക്കൽ മാത്രമല്ല, ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, സർക്കാരിൻ്റെ നയങ്ങൾ കൃത്യമായി നടപ്പാക്കാം, ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും ഭരണകാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എപ്പോഴും തെരഞ്ഞെടുപ്പുമായി ചുമതലകളിലേക്ക് പോകുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ ഭരണത്തെ ബാധിക്കുന്നു. അതൊക്കെ ഒഴിവാക്കാം, വോട്ടിംഗ് ശതമാനം കൂട്ടാം, ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പോൾ ഒറ്റത്തവണ വോട്ടർമാർക്കും സൗകര്യമാണ് എന്ന വിലയിരുത്തലാണ് നടത്തുന്നത്. ഇതിപ്പോൾ അഭിപ്രായ തേടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരുടെ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. 11626 പേജ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി അങ്ങനെ ചുമതല ഏൽപ്പിക്കാമോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ബി.ജെ.പി തന്നെയായ മുൻ രാഷ്ട്രപതി ഇപ്പോഴത്തെ രാഷ്ട്രപതിക്കാണ് അത് സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണത് പറയുന്നത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം ഏകം ആവുക, ഒറ്റ എന്നുള്ളതിലാണ് ബി.ജെ.പി ഊന്നുന്നത്. ഒറ്റ നേതാവ്, ഒറ്റ രാജ്യം, യൂണിഫോമിറ്റി, ഏക സിവിൽ കോഡ് എല്ലാം ഒന്നിലേക്ക് ഊന്നുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. എന്തിന് ഇന്ത്യ എന്ന പേര് പോലും, രാജ്യത്തിൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിഴുങ്ങാൻ പറ്റില്ല. കാരണം നേരത്തെ മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഇതിന് വേറെ തന്നെ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ഉദ്ദേശം എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കുക, സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നുള്ള കാര്യം. അതാണ് സർവാധികാരത്തിലേക്കാണ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിണറായി വിജയൻ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ. സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതാക്കാനുള്ള നീക്കമാണ്. ഇതിൽ പറയുന്ന പ്രകാരം അങ്ങനെ തന്നെയാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലാതാകുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പാക്കുമ്പോൾ. ഇതിപ്പോൾ നോക്കൂ, ഈ പ്രാദേശിക പാർട്ടികളുടെ അധികാരമില്ലാതാകുമെന്ന് പറയുമല്ലോ. പിന്തുണ നേടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ അറിയാനാവുന്ന ഏറ്റവും പുതിയ കാര്യമെന്നുള്ള അനുനയ നീക്കത്തിന് ശ്രമം നടക്കുന്നു. പ്രതിപക്ഷ കക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, DMK പാർട്ടികളുടെ പിന്തുണ തേടാൻ ആലോചന എന്നുള്ളതാണ്. അപ്പോൾ അനുനയത്തിലൂടെ എങ്ങനെയെങ്കിലും ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഈ പാർലമെന്റിൽ, ലോക്സഭയിൽ 362 പേരുടെ പിന്തുണ ഉറപ്പാക്കാനാവില്ല. അപ്പുറത്തെ രാജ്യസഭയിൽ 167 പേരുടെ പിന്തുണയില്ല. അപ്പോൾ പ്രായോഗികമായി നോക്കുമ്പോൾ നടപ്പാക്കാനാകില്ല. അതേസമയം ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ നേടിയെടുത്താൽ അത് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നേട്ടങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് യോജിക്കുമോ? നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുക എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് ബി.ജെ.പി അവിടെ വളർന്നു വരുന്നത്. അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നു, പിന്നീട് ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്നു, അങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി മാറുന്നു. ഇതാണല്ലോ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി തന്നെ ഇതിനെ കാണാനുള്ള ബുദ്ധി ഈ പ്രാദേശിക പാർട്ടികൾക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിൽ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് അറിയിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാത്ത എതിർത്തവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേരുകൾ വരുമ്പോൾ അതിലൊരു കൗതുകമുണ്ട്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSP, NCP, RJD, JDS തുടങ്ങിയ പാർട്ടികളൊന്നും നിലപാട് അറിയിച്ചിട്ടില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു എന്നല്ലേ പറയുന്നത്. അവരറിഞ്ഞിട്ടില്ല. എതിർത്തവർ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, AP ഉണ്ട്, BSP ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന ചില പാർട്ടികളൊക്കെ തന്നെയുണ്ട്. പിന്നെ വളരെ ചെറിയ പാർട്ടികളുമുണ്ട്. അനുകൂലിച്ചവർ BJP, NPP, AIDMK, AJSU, അങ്ങനെ അപ്നാദളടക്കം 35 പാർട്ടികൾ. അപ്പോൾ ഇത് നടപ്പാകുമോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ രണ്ടാം മോദി സർക്കാർ എങ്ങനെയൊക്കെയാണ് പാർലമെന്റിൽ ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് നമ്മൾ കണ്ടതാണ്. എത്ര ബില്ലുകളാണ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു സാഹചര്യമല്ല മൂന്നാം മോദി സർക്കാർ എന്ന് പോലും പറയാൻ പറ്റില്ല, NDA സർക്കാർ അല്ലേ. അപ്പോൾ നേരത്തെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിൽ നിന്നും ഈ അഹന്തയോടെ പ്രഖ്യാപിച്ച പല തീരുമാനങ്ങളിലും പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. ഉന്നത തസ്തികകളിൽ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിൽ ആ നീക്കത്തിൽ പിന്മാറേണ്ടി വന്നല്ലോ. ഇപ്പോൾ വഖഫ് ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ട സാഹചര്യം വന്നു. അങ്ങനെ നടപ്പാക്കുമെന്ന് അങ്ങനെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. നിലവിൽ JDUവിൻ്റെ പിന്തുണ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ നടപ്പാക്കാനല്ല, ഇപ്പോൾ ഞങ്ങൾ ഈ 100 ദിവസമായി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു ആലോചനയാണെങ്കിൽ അതിന് ഇപ്പോൾ JDUവിൻ്റെ പക്ഷേ പരസ്യ പ്രതികരണം
പിന്തുണയ്ക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്തുണച്ച പാർട്ടികളുടെ കൂട്ടത്തിൽ കണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ ഏത് പാർട്ടിയുടെയാണ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്? അല്ല, ബിജെപിക്ക് മാത്രം കിട്ടിയാൽ പോലും 241 ആവും. പിന്നെ JDU-ന്റെ ആണ് കിട്ടിയിരിക്കുന്നത്. TDP അറിയിച്ചു എന്നുള്ള സൂചനകൾ എൻ്റെ ചർച്ചയിൽ ഇന്ന് പ്രശാന്ത് പത്മനാഭൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എവിടെയും കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണ കൊണ്ട് പാസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെന്തായാലും പാർലമെന്റിൽ അത്ര എളുപ്പമല്ല. ഇനിയുള്ളത് നിയമ ഭേദഗതി എന്നുള്ള വലിയ കടമ്പയാണ്. 18 ഭേദഗതികളെങ്കിലും വേണ്ടിവരും. 2 ബില്ലുകൾ. അപ്പോൾ കാലാവധി പൂർത്തിയാകാതെ സർക്കാർ വീണു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ ഈ രാംനാഥ് കോവിന്ദ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം. ആ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന സർക്കാരിന് അടുത്ത ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് മാത്രം ഭരിക്കാം. അപ്പോൾ അതിന് ചെലവില്ലേ? അപ്പോൾ അതിന് ചിലവ് വരുന്നില്ല. അപ്പോൾ ചിലവാണ് പ്രശ്നമെങ്കിൽ ചിലവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കണ്ടെത്തിയിരുന്നത്? ആ ഫണ്ടിന്റെ ഉറവിടം പറയാതെ എങ്ങനെയാണ് ചെലവഴിച്ചിരുന്നത്? എങ്ങനെയാണ് കുറെ ആളുകൾ സ്റ്റേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അത് നല്ല രസമല്ലേ? അത് നല്ല വളരെ സർക്കാർ പാർട്ടിക്ക് പൈസ കൊടുക്കും, എന്നിട്ട് തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയും പിന്നെ സുതാര്യമാവുകയും ചെയ്യും. എക്സ്പെൻഡിച്ചർ വളരെ എല്ലാവർക്കും ഈക്വലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പൊ നോക്കൂ, ഇപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ദേശീയ വിഷയങ്ങൾ മാത്രം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഭാഗത്തെ ഏറ്റവും ചെറിയ വിഷയങ്ങൾ അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിലേക്കല്ലേ ഊന്നാറ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അവിടെയും മോദി സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അവിടെ പറയുന്നു. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ വിഷയങ്ങൾ പറയുമായിരിക്കും, പക്ഷേ മറ്റേതാണല്ലോ ഊന്നുക. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെയും അപ്രസക്തമാകുന്ന രീതിയിലേക്ക് ദേശീയ രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു. മാത്രമല്ല, ഈ ജനാധിപത്യത്തിന്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത് കേന്ദ്രീകരണമല്ലല്ലോ, അത് അധികാരത്തിന്റെ വികേന്ദ്രീകരണമാണ്. അപ്പോൾ എന്താണോ 73rd and 74th അമെൻമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ഈ ഭരണഘടനാ ഭേദഗതി വഴി നമുക്ക് സാധ്യമായതാണ് ഈ അധികാര വികേന്ദ്രീകരണം. ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ പഞ്ചായത്തുകൾ, സ്റ്റേറ്റിലെ ഇലക്ട്രൽ ഓഫീസർമാർ, അവർ നിയന്ത്രിക്കുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനം, അതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അതിനെ ലോക്സഭയുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടുകയാണ്. നിങ്ങളുടെ പഞ്ചായത്തിലെ, നിങ്ങളുടെ വാർഡിലെ, നിങ്ങളുടെ വാർഡ് മെമ്പറെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. അതാണ് ഈ അധികാരത്തിൻ്റെ വലിയ കേന്ദ്രീകരണം ജനാധിപത്യത്തിന് എങ്ങനെയാണ് ദോഷകരമായി തീരുന്നത് എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ റിയാക്ഷൻ തേടി. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് 80% ആളുകളും ഇത് വേണമെന്നാവശ്യപ്പെട്ടവരാണ്. കാരണം ഇതിൽ വ്യാപാരികൾ, വ്യവസായികൾ, NDA പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേർ, ഈ 80% ആളുകളും ഈ നീക്കത്തെ അനുകൂലിച്ചു എന്നതാണ് രാംനാഥ് കോവിന്ദിന് ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായികളുടെ പിന്തുണ അതിന്റെ പ്രധാനം ഈ ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോളിസി പാരാലിസിസ് സംഭവിക്കുമ്പോൾ അതിന്റെ നഷ്ടം സംഭവിക്കുന്നത് വ്യാപാരികൾക്കാണെന്നൊരു കണക്കിട്ടുണ്ട്. നേരത്തെ കൂട്ടുകക്ഷി ഭരണം വരുമ്പോഴും അവരാഗ്രഹിക്കുന്നില്ല. ഒരു സ്റ്റേബിൾ ഗവൺമെന്റിന് മാത്രമേ നാട്ടിലെ വികസനവും മണി ഫ്ലോയും ഉറപ്പുവരുത്താൻ കഴിയൂ എന്നാണ്. ഇപ്പോൾ 2024 നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ വളരെ ബൂമല്ലേ, വലിയ ബൂമല്ലേ ഷെയർ മാർക്കറ്റിലുണ്ടാവും. വലിയ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയും ഒരു സർക്കാരും വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ആ ഒരു ബൂം ഉണ്ടാവും. ഇപ്പം ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ 1996 തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു തമാശ, 96 അധികാരത്തിൽ വന്നത് ദേവോടെയാണല്ലോ. അപ്പോൾ ആ ദേവോടെ സർക്കാരിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രമോദ് മഹാജനാണ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അന്ന് വിജയിച്ചു വന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആയിരുന്നു. അവർ പ്രതിപക്ഷത്താണുള്ളത്. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി കോൺഗ്രസ്, അത് പിന്തുണയ്ക്കുകയാണ് സർക്കാരിനെ. ചെറിയ പാർട്ടിയായിട്ടുള്ള ജനത അതിൽ ഭരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഡെമോക്രസിയുടെ സൗന്ദര്യമാണ്. അപ്പോൾ പ്രാദേശിക പാർട്ടികൾ ഈ പറഞ്ഞ കണക്ക് 90കളിൽ വളരെ ശക്തി പ്രാപിക്കുകയും പ്രാദേശിക രാഷ്ട്രീയത്തിന് വലിയ റോൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഡൈവേഴ്സിറ്റിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് BJP അംഗീകരിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു 1999 ഞാൻ ഡൽഹിയിലുണ്ട്. 1999 ഈ BP ജീവൻ റെഡ്ഡിയെ വെച്ചിട്ട് ലോ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ നിയമിക്കുന്നതാണ്. ആ ലോ കമ്മീഷനാണ് വീണ്ടും ഈ പ്രശ്നം, ഈ പറയുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2003 പ്രധാനമന്ത്രി വാജ്പേയി സോണിയാഗാന്ധിയുമായി ഇത് ചർച്ച നടത്തുന്നു. നമ്മൾ ദേശീയ മാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2003 അത് വഴിമുട്ടി. അവിടെ അത് ഉപേക്ഷിക്കുന്നില്ല BJP. 2010 LK അദ്വാനി അന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ രീതിയിൽ BJP കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിതിനകത്ത് BJP മാത്രം കാണണ്ട. 1984 പിന്നെ അന്ന് വലിയ ഭൂരിപക്ഷമാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു വസന്ത് സാട്ടെ. എനിക്ക് തോന്നുന്നു INB മിനിസ്റ്ററാണ്.
വസന്തസാട്ടയെ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ശക്തമായ അധികാരമുള്ള സമയത്ത് ഈ അധികാര കേന്ദ്രീകരണം എന്നൊരു ആശയം അറിയാതെ നിങ്ങളെ പിടികൂടും. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഈ അധികാര വികേന്ദ്രീകരണത്തിന് ബില്ല് കണ്ടില്ലേ? സംസ്ഥാനങ്ങളെ ബൈപ്പാസ് ചെയ്ത് നേരിട്ട് കേന്ദ്രവും ഫെഡറൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. അതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് സ്മൃതി, അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ എപ്പോഴും നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് റീജിയണൽ പാർട്ടികൾ ബുദ്ധിമുട്ടാകും, സംസ്ഥാന നിയമസഭകൾ ബുദ്ധിമുട്ടാണ്, തദ്ദേശ സ്ഥാപനങ്ങൾ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കോർപ്പറേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിയിൽ ഒരു വരുതിയിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശക്തി തൽക്കാലം ഇല്ല, നിലവിലില്ല എന്നുള്ളതാണ്. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 80% ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കാവ്യണിഞ്ഞ ഭൂമി അല്ലേ? അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിയോ. 2022 ശരിക്കും പറഞ്ഞാൽ ഒരു ടേൺ ഉണ്ടാവുന്നു. ആ ടേണിന് ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി പോയി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എനിക്കാണ്. ആദ്യമായി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് അപ്പോഴാണ്. വ്യക്തി കേന്ദ്രീകൃതമാവുകയാണ്. കാരണം അതങ്ങോട്ട് വെച്ചാൽ നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഇനി ഞാനാണ് ബ്രാൻഡ്, ഞാൻ മാത്രമാണ് ഇന്ത്യയിൽ നേതാവ്. കാരണം വെച്ചാൽ ആ സമയത്ത് ഇന്ത്യ മുന്നണിയില്ല, രാഹുൽ ഗാന്ധി എന്നൊരു ലീഡർ എമർജ് ചെയ്തിട്ടില്ല. 2022 എന്ന് പറഞ്ഞാൽ BJPയുടെ കയ്യിലായിട്ട് ഇന്ത്യ അങ്ങ് മാറിയിരിക്കുന്നു. ഇനി ഒരു നേതാവ് ഉയർന്നു വരാനില്ല, ഒരു പാർട്ടി ഉയർന്നു വരാനില്ല. അപ്പോൾ നരേന്ദ്രമോദി എന്നൊരു ഏകാധിപതിയായ അധികാരി കൊണ്ടുവന്നു. 2022 നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് നിങ്ങൾ കമൽക്കാ ഫൂലിൽ വോട്ട് ചെയ്യുമ്പോൾ അത് മോഡിക്കാ വോട്ടേ, മോഡിക്കാണ് നിങ്ങൾ ആ വോട്ട് ചെയ്യുന്നതെന്നാണ് പ്രസംഗിച്ചത്. ഒറ്റയടിക്ക് അത് ഇനി നാളെ പഞ്ചായത്തിലേക്ക് ഇത് പോയി പറയുവേ. നിങ്ങൾ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ വന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുക, ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ്. ഒറ്റയടിക്ക് ഇത് ഒരു കണക്ഷനുമില്ല. ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട വോട്ടർക്ക് അവിടുത്തെ ഒരു സ്കൂൾ ഷെഡ് കിട്ടുന്ന പ്രശ്നമുണ്ട്, അവിടുത്തെ ഒരു കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ റോഡിന് ടാറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് അവൻ്റെ പ്രാദേശിക പ്രശ്നം. ആ പ്രാദേശിക പ്രശ്നത്തെ ഒറ്റയടിക്ക് താമരയെന്നോ അല്ലെങ്കിൽ കൈപ്പത്തിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവിൻ്റെ ഒരു പടവും വെച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ നള്ളിഫൈ ചെയ്ത് ഒരൊറ്റയടിക്ക് കേന്ദ്രത്തിലേക്ക് ഇത് മുഴുവൻ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ നടക്കാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നടക്കില്ല കേട്ടോ. ഇത് നടക്കുന്ന പ്രശ്നമേ ഇല്ല, ഒരു കാരണവശാലും നടക്കില്ല. ഇത് ഒട്ടും നടക്കില്ല. Meet the editors.